ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴും മുതൽ കാണുന്നതോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ്. ഫസ്റ്റ്, ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഡബിൾ കാർഡ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? എയ്റ്റ് ഓഫ് വാണ്ട്സ്. എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്? സിക്സ് ഓഫ് വാണ്ട്സ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? ഫൈവ് ഓഫ് സോർഡ്സ്. എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ? കിങ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക്, ഡെത്ത് ആൻഡ് റീബർത്ത്. ക്യൂൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് വാണ്ട്സ്. നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് ഇവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരുപാട് സ്നേഹവുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുകയാണ്. കാരണം ഇവിടെ ഒത്തിരി സങ്കടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും നിങ്ങളുടെ ബന്ധം കടന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂം തരാതിരുന്നിട്ട് പോലും നിങ്ങൾ വീണ്ടും അവരിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്സ്, കഴിഞ്ഞതൊക്കെ കഴിയട്ടെ പോട്ടെ, ഇനി പുതിയൊരു തുടക്കം ആ വ്യക്തിയുമായിട്ട് വളരെ സ്നേഹത്തോടെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ന്യൂ ബിഗിനിങ്സ് വേണം, ഒരു പുതിയതായിട്ടൊരു തുടക്കം. ആ വ്യക്തി വന്ന് കമ്മിറ്റ്മെൻറ്റ് തന്ന് എന്നോട് നിൽക്കണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് നിൽക്കുകയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അത് തന്നെ കാണുന്നത് അവരൊരു വാക്കവേ നടത്തിയിട്ടുണ്ട്. പലതും പിന്നിൽ ഉപേക്ഷിച്ച് അവർ മുമ്പോട്ട് പോയിട്ടുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ പോയി. നിങ്ങളുടെ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ അത്രയും നിൽക്കുന്നു. അവരാണ് എല്ലാമെന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെന്ന വ്യക്തിക്കും ഒരു വാല്യൂവും തരാതെ, നഷ്ടബോധവും ഒരു സങ്കടവും ഇല്ലാതെ അവർ മുമ്പോട്ട് പോയിട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇവിടെ അത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളിവിടെ അവരുമായിട്ട് പുതിയൊരു തുടക്കം വേണം, അവരോടൊപ്പം ഇനിയെങ്കിലും മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അത് ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരുമാവാം, ഏത് ബന്ധമാവാം, ഒരു സിറ്റുവേഷൻ കൂടെ ആവാം, അല്ലെങ്കിൽ ചില മനസ്സിൻ്റെ അഡിഷൻസ് ആവാം. സോ എന്തോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരവരുടെ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതെ പോയത് മറ്റൊരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒത്തിരി സ്ട്രഗിൾസ്, ഒത്തിരി സങ്കടവും പ്രശ്നവും പല പ്രശ്നങ്ങളിലൂടെയും ഇവിടെയും കാണുന്നുണ്ട്. ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ അൺഫെയർ ആയിട്ട് നിങ്ങളോട് ഒട്ടും നീതിപൂർവമല്ലാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്കൊരു വാല്യൂ തരാതെ അവർ മറ്റൊരാളെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ആരെയോ ചൂസ് ചെയ്തു. അവർ വളരെ കൂളായിട്ട് പോയി. പക്ഷേ നിങ്ങളിപ്പോഴും അവരിൽ തന്നെ സ്റ്റക്കായി അവരോടൊപ്പം പുതിയ ഒരു ബന്ധം, അതായത് നിങ്ങൾ തമ്മിൽ നേരത്തെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളോട് അത്രയും ഒരു സ്നേഹമായിട്ട് നേരത്തെ ഈ വ്യക്തി നിന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മറക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി മുമ്പോട്ട് പോയി വാക്കവേ നടത്തി നിങ്ങളിപ്പോഴും അവരോട് ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. കാരണം നിങ്ങൾ ഇതൊക്കെ ചെയ്തതെല്ലാം മറന്നു. നിങ്ങൾ അതിനു മുമ്പ് കഴിഞ്ഞ് ആ വ്യക്തിയോട് ചെലവിട്ട് ആ നല്ല സമയങ്ങളിലുള്ള ആ വ്യക്തിയെ പ്രതീക്ഷിച്ചിപ്പോഴും നിൽക്കുന്നു. ഇവിടെ 9 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. അവർക്ക് ഉള്ളിൽ ഒരുപാട് പേടിയുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത്, ഇനി എന്താവും, ഫ്യൂച്ചർ എന്താവും, ഇനി നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും, നിങ്ങൾ മൊത്തത്തിൽ വിട്ടിട്ട് പോവോ, അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ അവരെ ഭരിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും അത് പുറത്ത് കാണിക്കാതെ എല്ലാം വളരെ കോൺഫിഡൻ്റ് ആണ്, ഞാൻ നല്ല ബെറ്റർ ആണ്, ഞാൻ ഓക്കെ ആണ്, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളോട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് സങ്കടം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സിക്സ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നെല്ലാം ആ വ്യക്തി വിട്ടിട്ട് നിങ്ങളെ ചൂസ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകണമെന്ന് നിങ്ങൾ അത്രയും കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഇനിയെങ്കിലും ഒരു മുമ്പോട്ട് നല്ല രീതിയിൽ പോകണം. ആ വ്യക്തി അതെല്ലാം വിട്ടിട്ട് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കി വരണം. എല്ലാവരെയും പോലെ മറ്റുള്ളവരെ പോലെ നല്ല രീതിയിൽ ഒത്തൊരുമയായിട്ട് ഹാപ്പി ഒരു മാരേജ് ലൈഫ്, മാരീഡ് ആവാത്തവർക്കാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, സക്സസ് വരണം, എൻ്റെ ലൈഫിലും സക്സസ് വരണം, അങ്ങനെ നിങ്ങൾ കൊതിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ അൺഫെയറായിട്ട് നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടു. അതായത് ഒട്ടും നീതിപൂർവമല്ലാതെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും നിങ്ങൾക്ക് തരാതെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നത്
നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളെ തോൽപ്പിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്തി അവർ പോയി. നിങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ടതിനേക്കാളും അധികമായിട്ട് മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. നിങ്ങൾ ഒരുപാട് അവരെ വിശ്വസിച്ചിരുന്നു. ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജി കിട്ടിയതാണ് നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങളോട് കിങ് ഓഫ് കപ്സ് എനർജിയിൽ വരാനാണ് പറയുന്നത്. അവർ നിങ്ങളെ വെറും ഒരു ഓപ്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കിങ് ഓഫ് കപ്സ് എനർജിയിൽ, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വളരെ സ്ട്രോങ് ആവണം. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്താലും നിങ്ങൾ അവർ വന്ന് എന്തെങ്കിലും ഒരു സ്നേഹം കാണിച്ച ഉടനെ വീണ്ടും അവരുടെ പിന്നാലെ പോവുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യും. വീണ്ടും അവർ തിരിച്ച് നിങ്ങൾക്കിട്ട് പണി തരും. ഇത് തന്നെ ഇങ്ങനെ ഈ ചീറ്റിംഗ് എനർജി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്, എനിക്കിതാണ് വേണ്ടത്, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന ആ ഒരു എനർജിയിലേക്ക് വരണം. നിങ്ങൾ അത്രയും സ്ട്രോങ് ആവണം. നിങ്ങൾക്ക് പറയേണ്ട രീതിയിൽ അവരുടെ മുഖത്ത് നോക്കി പറയണം. നിങ്ങൾ അത്രയും ഒരു ബോൾഡായിട്ടിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എനിക്കിതാണ് വേണ്ടത്, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നു നിന്നാൽ മതി എങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു രീതിയിൽ നിൽക്കണം. എല്ലാറ്റിനും എത്രയൊക്കെ നിങ്ങളെ ഒരു വാല്യൂം തരാതെ ചൂസ് ചെയ്യാതെ നിൽക്കുന്ന വ്യക്തിയോട് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ട് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരണമെങ്കിൽ നിങ്ങൾ കിങ് ഓഫ് കപ്സ് എനർജിയിലേക്ക് വരണം. പിന്നെ ഇവിടെ ഡെത്ത് ഉണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോഴേ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരും എന്നാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടീസിനെല്ലാം ഒരു എൻഡ് വരും. മാത്രമല്ല ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ എല്ലാറ്റിനും ഇങ്ങനെ അവരെ ബെഗ് ചെയ്ത് അവരുടെ പിന്നാലെ പോകുന്നതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് വരുത്തണം. നിങ്ങൾക്കുള്ളിൽ ആ മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ആ മാറ്റം വരുമ്പോഴാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ ക്യൂൻ ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോഴേ എല്ലാം ഒരു വെട്ടി തുറന്ന് പറയുന്ന, അതായത് ഒരു കുറച്ച് എല്ലാത്തിലും ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ബുദ്ധിപൂർവ്വമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് ക്യൂൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കൊള്ളി മനസ്സിൻ്റെ ഈ സങ്കടത്തിലും പിന്നാലെ അവരുടെ സ്നേഹത്തിനും മാത്രം അടിമയായിട്ടിരിക്കാതെ ബുദ്ധിപൂർവ്വമായി എന്താണോ പറയേണ്ടത് അത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുക. സെൽഫ് ലവിലേക്കൊക്കെ വരണം. അവർ നിങ്ങളെ മിസ് ചെയ്യുക. ഇവിടെ 2 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 2 സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. 2 സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെയും ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്, തേർഡ് പാർട്ടിയും ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇനി നമുക്കൊരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നോക്കാം. ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ എന്താണ് മുമ്പോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും 3 വന്നിട്ടുണ്ട്. എസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. വീണ്ടും 2 ഓഫ് സോട്ട്സ്, എൻഡിങ് 10 ഓഫ് സോട്ട്സ് എൻഡിങ്. ഓക്കെ, വീണ്ടും ഇവിടെ 2 ഓഫ് സോട്ട്സ്, വീണ്ടും 2 സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. സോ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിലുണ്ട്. 2 സിറ്റുവേഷൻസിൽ അവർ പെട്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ന്യൂ ബിഗിനിങ്സ് ഇവിടെ കാണുന്നുണ്ട്. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും. കാരണം ഇവിടെ എൻഡിങ് വന്നിട്ടുണ്ട്, ഡെത്തും വന്നിട്ടുണ്ട്, 10 ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു എൻഡിങ്ങിനെയാണ്. എൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും, നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ സങ്കടമെല്ലാം അവസാനിക്കാറായി എന്നാണ് കാണുന്നത്. ചാരിയറ്റ് കാർഡും വന്നിട്ടുണ്ട്. ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി അവർ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളെ ചൂസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ 2 ചോയ്സ് വന്നിട്ടുണ്ടെങ്കിലും ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ എൻഡ് ആവും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.